പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിൻ്റെ യൂണിറ്റ് ഉണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും ഉണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിലുള്ള ലിറ്റിൽ കൈറ്റ്സിൻ്റെ യൂണിറ്റിൻ്റെ ഒരു ആർഡിനോ കിറ്റ് ഉപയോഗിച്ചുള്ളൊരു റോബോട്ടിക് ഷോ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ നോക്കി, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൽ കെയുടെ 2 ക്ലാസ് എടുക്കുന്ന 2 ആളുകളാണ്. ഒന്ന് അരുൺ സാറും ഒന്ന് ചിത്ര ടീച്ചറും. അപ്പോൾ എല്ലാ ബുധനാഴ്ചകളിലാണ് നിങ്ങളുടെ ക്ലാസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചുവോ അതിൻ്റെ ഒരു പ്രദർശനം, ആ കഴിവുകളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിക്കാൻ കിട്ടിയൊരു അവസരം. അപ്പോൾ ഒത്തിരി നല്ലതാണ്. ഞാൻ ടീച്ചറായിരുന്ന സമയത്ത് എൽ കെയുടെ ചാർജും എനിക്കുണ്ടായിരുന്നു. കുറച്ച് നാളൊക്കെ അതിൻ്റെ പ്രവർത്തിക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ അന്ന് ചെയ്തതിനേക്കാളും ഒത്തിരി കൂടുതൽ ഇപ്പോൾ ഉള്ള എൽ കെയിൽ വർക്കുകളുണ്ട്. അന്ന് ഇത്രയും അധികം ആയിട്ടില്ല. ആർഡിനോ കിറ്റ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ പേറ്റൻ്റ് എടുത്ത് വൻ വിപണന സാധ്യതയിൽ പുറത്തേക്ക് ഇറക്കാൻ പറ്റിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നി. എല്ലാം ഇനി തുടർന്നു വരുന്ന നിങ്ങളുടെ കരിയറിൽ അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഷോ ഉദ്ഘാടനം ചെയ്യാനായിട്ട്, റോബോട്ടിക് ഷോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീമതി ഷീല പണിക്കശ്ശേരി മാഡമാണ്. ഷീല മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഈ ഒരു പ്രത്യേക എൽ കെ യൂണിറ്റിൻ്റെ ഈ ഷോയിലേക്ക് സഹർഷം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്ത് പറഞ്ഞാലും അതിന് നോ എന്ന് പറയാറില്ല. വളരെ നല്ല രീതിയിൽ നമ്മളോട് പ്രതികരിക്കുന്ന, നമ്മളോട് ഇടപഴകുന്ന ഒരു മാഡമാണ് ഷീല മാഡം. ഞങ്ങൾ നന്ദിയോടെ അത് ഓർക്കുന്നു. ഇവിടെ എൽ കെ യൂണിറ്റിലെ നമ്മുടെ അരുൺ സാറും ചിത്ര ടീച്ചറുമാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാറുള്ളത്. ഇവർ 2 പേരെ ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ അവരാണ് നിങ്ങൾക്ക് ഇതിനുള്ള മാസ്റ്റർ ബ്രെയിൻ തന്നിരിക്കുന്നത്. അവരെ വളരെ സ്നേഹത്തോടെ ഓർക്കാം. ഇനിയും നിങ്ങൾക്ക് ധാരാളം അറിവുകൾ അവർ പകർന്നു തരട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു. അവരെയും ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എൽ കെയിലെ കുട്ടികളെയും മറ്റെൻ്റെ എല്ലാ കുട്ടികളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു റോബോട്ട് ഷോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ഷീല മാഡത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനാധ്യാപിക ഷൈന ടീച്ചർ, ഇവിടെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ലീഡേഴ്സായ അരുൺ മാഷ്, ചിത്ര ടീച്ചർ, ഇതിൽ പങ്കാളികളായ വിദ്യാർത്ഥിച്ചതുപോലെ തന്നെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏകദേശം 15 12 വയസ്സുള്ള ശാസ്ത്രജ്ഞകൾ ഇവിടെ നിരനിരയായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. വളരെ ഗുണമേന്മയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. പൊതുസമൂഹത്തിന് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാകുന്ന, പൊതുസമൂഹത്തിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത് എന്നുകൂടി ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ, അതുപോലെ തന്നെ കണ്ണ് കാണാത്ത അന്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ള വളരെ സെൻസർ ഉപയോഗിച്ചുകൊണ്ടുള്ള കണ്ണടകൾ, അത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും നല്ല ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ നേരെയാണ് ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ പേരിൽ. തീർച്ചയായിട്ടും ഇത് നമുക്ക് നമ്മുടെ ഭാവി ജീവിതത്തിനും പൊതുസമൂഹത്തിനും ഉപകാരപ്രദമായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്, ഇനിയും ഗുണമേന്മയുള്ള ഇത്തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഇത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന സ്പെക്സ് ആണ്. ഇത് ഒരു ഒബ്ജക്റ്റ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അലാറം അടിക്കും. അപ്പം മനസ്സിലാക്കാൻ പറ്റും മുന്നിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോന്ന്. ഇത് വെച്ചു ഇതിൽ പിടിക്കണോട്ടെ. ആ ഹൈറ്റുള്ളത് കിട്ടൂല. ഹൈറ്റുള്ള കിട്ടൂലല്ലേ. കണ്ണ് കാണാത്തവർക്ക്, അതായത് ബ്ലൈൻഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ണടയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിപ്പിച്ച് നോക്കിയത്.
ഇത് നമ്മൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് അലാറം അടിക്കുകയും അതനുസരിച്ച് നമുക്ക് മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. കണ്ണ് കാണാത്തവർക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. എന്തായാലും നല്ല ഒരു ഉപകരണമായിട്ട് തന്നെയാണ് ഇതിനെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കേട്ടും വളരെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇത്രയും നല്ല സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിൽ തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുകയാണ്. ഇതുണ്ടാക്കിയ കുട്ടികളെയും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച് അതിന് ലീഡർഷിപ്പ് നൽകിയ അധ്യാപകരോടും വളരെ ബഹുമാനം തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും സമൂഹത്തിന് ഇത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫീഡിങ് ഹെന്നാണ്. ഇങ്ങനെ തീറ്റ കൊണ്ടുവരുമ്പോൾ കൊത്തും. ഇത് ട്രാഫിക് ലൈറ്റിൻ്റെ ചെറിയൊരു വേർഷനാണ്. ഇത് ആർഡിനോ ഉപയോഗിച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണിത് ഓരോ ടൈമിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് റെയിൽവേ ഗേറ്റാണ്. ഈ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ ആ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് ഈ സെൻസർ റീഡ് ചെയ്യും. അപ്പോൾ അത് റീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ്. ഇത് ഇൻ്റലിജൻറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇത് വെച്ചാൽ നമ്മൾ രാവിലെയും രാത്രിയൊക്കെ എപ്പോഴും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോഴും ഓൺ ആയി കിടക്കും. അപ്പോൾ കുറേ എനർജി ലോസ് ആവുമല്ലോ. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ സെൻസർ ഉണ്ട്. അപ്പോൾ നമ്മളിത് രാത്രി മാത്രം ഇത് ഇതാക്കുള്ളൂ, വർക്കാവുള്ളൂ. നമ്മളിതിൻ്റെ സെൻസറിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഇത് ഓണാവും, പോയി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. അങ്ങനെ കുറേ അപ്പോൾ നമുക്ക് കുറേ എനർജി സേവ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. ഇവിടെ സെൻസർ ഉണ്ട്. അപ്പം നമ്മൾ കൈ വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. നമ്മുടെ കൈ എടുത്താൽ അത് അടയും. ഇതൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ആണ്. നമ്മൾ എല്ലാ വീടുകളിലും പബ്ലിക് പ്ലേസിൽ നമ്മൾ ഒരു സ്മാർട്ട് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ ഡസ്റ്റ്ബിനിലും നമ്മൾ അൾട്രാസോണിക് സെൻസർ വെച്ചിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇത് ടച്ച്ലെസ് ആണ്. ടീച്ചർ വേസ്റ്റ് ഇട്ടോളൂ. വേസ്റ്റ് നിറയുമ്പോൾ ഈ IR സെൻസർ ഒരു സൗണ്ട് വരും. അപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിൽ ഒരു സിഗ്നൽ വരും. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ടും സിഗ്നലും വരും. അടിയിലുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഏത് ഡസ്റ്റ്ബിനിലാണോ വേസ്റ്റ് നിറഞ്ഞത് കറക്റ്റ് ലൊക്കേഷനിൽ പോകാൻ പറ്റും, കളക്ട് ചെയ്യാനും പറ്റും. എൻ്റെ പേരാണ് ആർഡിനോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആടാനായിട്ട് സഹായിക്കും. നമ്മൾ സാധാരണ ഈ ഡേയ്സൊക്കെ വെച്ചിട്ട് കളിക്കുക. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ഡിജിറ്റൽ ഡേയ്സ്, ആർഡിനോ വെച്ചിട്ടുള്ള ഡേയ്സാണ്. ഇത് ഹാൻഡ് ഫ്രീ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതിങ്ങനെ കറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ പോയി നിൽക്കും. അപ്പോൾ നമുക്ക് അത് വെച്ച് കളിക്കാം. പിന്നെ നമുക്ക് ഈ സാധാരണ ഡൈസ് വെച്ച് കളിക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് രോഗങ്ങൾ നമുക്ക് പകരാനായിട്ട് സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് ആർഡിനോയിൽ ആർട്ട് ബ്ലോക്കിൽ വെച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണിത്. വല്ല ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഡെക്കറേഷൻ. ഇത് ഒരു ഫയർ അലാമാണ്. ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഫയർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സെൻസർ അത് സെൻസ് ചെയ്തിട്ട് ഈ അലാം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി മാഡത്തിന് സ്കൂളിൻ്റെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറയും. പിന്നെ ഏതൊരു പ്രവർത്തനത്തിനും നമ്മളോടൊപ്പം നിന്ന് ചുരുക്കോടെ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട HM ഷൈനി മാമിനും നന്ദി പറയുന്നു. പിന്നെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അരുൺ സാറാണ്. സാറില്ലെങ്കിൽ ഇങ്ങനൊരു റോബോ ഫെസ്റ്റ് നമുക്ക് ഇത്രയും നന്നായിട്ട് ഇവിടെ നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നന്ദി പറയുന്നു.
KKTM ഗേൾസ് സ്കൂളിൽ റോപ്പോ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടുത്തെ വിശേഷങ്ങൾ കണ്ടറിയാം. ഈ റോബോ ഫെസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ആർഡിനോ ഉപയോഗിച്ചിട്ടുള്ള പലതരം പ്രൊജക്റ്റുകൾ കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ റോബോ ഫെസ്റ്റ് നമ്മൾ നടത്തുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ചെയ്യാനുള്ള ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഞങ്ങൾക്ക് LKയിൽ ആർഡിനോനെ കുറിച്ചുള്ള ക്ലാസ് തരുന്നുണ്ട്. അപ്പോൾ അത് റിയൽ ലൈഫിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ആലോചിച്ച് കിട്ടിയ ഐഡിയ ആണ്. ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരൊക്കെയാണ് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിൻ്റെ ഐഡിയ ഞങ്ങൾ തന്നെയാണ്, ഇത് സെറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കോഡിങ് പറഞ്ഞത് LKയിലുള്ള ടീച്ചേഴ്സാണ്. പിന്നെ അങ്ങനെ ഫീഡിങ് ഹെന്നാണ്. ഇങ്ങനെ തീറ്റ കൊണ്ടുവരുമ്പോൾ കൊത്തും. ഇത് ട്രാഫിക് ലൈറ്റിൻ്റെ ചെറിയൊരു വേർഷനാണ്. ഇത് ആർഡിനോ ഉപയോഗിച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണിത് ഓരോ ടൈമിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻറ്റ് റെയിൽവേ ഗേറ്റാണ്. ഈ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ ആ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് ഈ സെൻസർ റീഡ് ചെയ്യും. അപ്പോൾ അത് റീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ്. ഇത് ഇൻ്റലിജൻറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. ഇത് വെച്ചാൽ നമ്മൾ രാവിലെയും രാത്രിയൊക്കെ എപ്പോഴും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് എപ്പോഴും ഓണായി കിടക്കും. അപ്പോൾ കുറേ എനർജി ലോസ് ആവുമല്ലോ. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് വെച്ചിരിക്കുന്നത്. ഇവിടെ സെൻസർ ഉണ്ട്. അപ്പോൾ നമ്മളിത് രാത്രി മാത്രം ഇത് ഇതാക്കുള്ളൂ, വർക്കാവുള്ളൂ. നമ്മളിതിൻ്റെ സെൻസറിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ഇത് ഓണാവും, പോയി കഴിഞ്ഞാൽ ഇത് ഓഫാവും. അങ്ങനെ കുറേ വെച്ച് അപ്പോൾ നമുക്ക് കുറേ എനർജി സേവ് ചെയ്യാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. ഇവിടെ സെൻസർ ഉണ്ട്. അപ്പം നമ്മൾ കൈ വെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. നമ്മുടെ കൈ എടുത്താൽ അത് അടയും. ഇതൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ആണ്. നമ്മൾ എല്ലാ വീടുകളിലും പബ്ലിക് പ്ലേസിൽ നമ്മൾ ഒരു സ്മാർട്ട് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ ഡസ്റ്റ്ബിനിലും നമ്മൾ അൾട്രാസോണിക് സെൻസർ വെച്ചിട്ടുണ്ട്. 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇത് ടച്ച്ലെസ് ആണ്. ടീച്ചർ വേസ്റ്റ് ഇട്ടോളൂ. വേസ്റ്റ് നിറയുമ്പോൾ ഈ IR സെൻസർ ഒരു സൗണ്ട് വരും. അപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിൽ ഒരു സിഗ്നൽ വരും. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ടും സിഗ്നലും വരും. അടിയിലുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഏത് ഡസ്റ്റ്ബിനിലാണോ വേസ്റ്റ് നിറഞ്ഞത് കറക്റ്റ് ലൊക്കേഷനിൽ പോകാൻ പറ്റും, കളക്ട് ചെയ്യാനും പറ്റും. എൻ്റെ പേരാണ് ആർഡിനോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ആടാനായിട്ട് സഹായിക്കും. നമ്മൾ സാധാരണ ഈ ഡേയ്സൊക്കെ വെച്ചിട്ട് കളിക്കുക. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ഡിജിറ്റൽ ഡേയ്സ്, ആർഡിനോ വെച്ചിട്ടുള്ള ഡേയ്സാണ്. ഇത് ഹാൻഡ് ഫ്രീ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതിങ്ങനെ കറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ പോയി നിൽക്കും. അപ്പോൾ നമുക്ക് അത് വെച്ച് കളിക്കാം. പിന്നെ നമുക്ക് ഈ സാധാരണ ഡൈസ് വെച്ച് കളിക്കുകയാണെങ്കിൽ മറ്റൊരാൾക്ക് രോഗങ്ങൾ നമുക്ക് പകരാനായിട്ട് സാധ്യതയുണ്ട്. ഇതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് ആർഡിനോയിൽ ആർട്ട് ബ്ലോക്കിൽ വെച്ച് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണിത്. വല്ല ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഡെക്കറേഷൻ. ഇത് ഒരു ഫയർ അലാമാണ്. ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഫയർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള സെൻസർ അത് സെൻസ് ചെയ്തിട്ട് ഈ അലാം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും സ്റ്റൈൽ ഫയർ അലാറാം എന്തുകൊണ്ട് അത് നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ഫസ്റ്റത്തെ ഹെൻ ഫീഡിങ് അത് കാണാൻ ഹൈഫ നിക്ക്
നല്ല ഇഷ്ടമായി. ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? മറ്റേ ട്രെയിനിന്റെ സെൻസർ വരുമ്പോ ട്രെയിൻ ഗേറ്റ് അടക്കണം. എന്തുകൊണ്ട് ഇഷ്ടമായി? എന്താ പറയാ, അവിടെ ഒരാളുടെ ആവശ്യമില്ല, അപ്പൊ അത് സ്വന്തമായിട്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായോ? ഇഷ്ടായി. ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? ബ്ലൈൻഡ് സെൻസ് എന്തുകൊണ്ട് ഇഷ്ടം? കാരണം ബിക്കോസ് വെച്ചാ കണ്ണാണ് ആൾക്കാർക്ക് മുന്നിൽ ഒരാളെന്നും പറയും, അത് നല്ല കാര്യമല്ലേ, അത് ഇഷ്ടം. മങ്ങണ്ടി വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം ഇഷ്ടമായോ? നല്ല ഇഷ്ടായി. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? വേസ്റ്റ് മാനേജ്മെന്റ്. എന്താ ഇഷ്ടമാകാൻ കാരണം? അത് വേസ്റ്റ് ഇട്ടപ്പോ ഇഷ്ടായി. എനിക്ക് ട്രെയിൻ ഓടണത്. എന്തുകൊണ്ട് ഇഷ്ടമായത്? അത് ട്രെയിൻ വരുമ്പോ അങ്ങനെ നിനക്കോ? LED. എന്തുകൊണ്ട് ഇഷ്ടമായത്? അത് ഭയങ്കര നിനക്കോ? മറ്റേ വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇഷ്ടം? കാരണം അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ ആണ്. എനിക്കെല്ലാം ഇഷ്ടമായി. ഇതെല്ലാം ഇഷ്ടമായി. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായോ? ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? മറ്റേ ലുഡോടെ ഇല്ലേ അത്. കാരണം നമുക്ക് പെട്ടെന്നാകുമല്ലോ, നമുക്ക് വേറെ ഒരാളായിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതാണ്. നിനക്ക് എല്ലാം ഇഷ്ടമായോ? ഇഷ്ടമായി. ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? കൈ വെക്കണ സാധനം. കൈ വെക്കണ സാധനം ഏതാ? എനിക്കറിയാം. റെഡ് ലൈസിന്റെ ഒക്കെ ഉള്ള എന്തുകൊണ്ട് ഇഷ്ടം? കാരണം ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിങ്ങനെ താങ്ക് യു. നന്നായിരുന്നു. നിനക്ക് ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? മറ്റേ ട്രെയിൻ വരുന്നതില്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് ഇഷ്ടമായത്? അത് ആൾക്കാർക്ക് ഉപകാരമായിട്ട് ട്രെയിൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവണതല്ലേ. നിനക്കോ? അത് എന്താ പറയാ, നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ അതിങ്ങനെ വീഴും, അപ്പം നമുക്ക് ഓരോ നമ്പർ വെച്ച് ഇങ്ങനെ കളിക്കാമല്ലോ. നിനക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനുള്ള ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? ഇപ്പൊ ഭയങ്കരമായിട്ട് ഇലക്ട്രിസിറ്റി സേവ് ഒന്നും ആവണില്ല. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ആക്കാം. ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ? ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണ്, എന്താ പറയാ, ആ ലൈറ്റർ കത്തിക്കുമ്പോ അലാറം വരുന്നില്ലേ, ഫയർ സിഗ്നൽ ഒക്കെ കൊടുക്കണത്, അതാണ്. എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം? കാരണം അത് നമുക്ക് ഒരു ഇൻഫർമേഷൻ തരല്ലേ, എന്താ പറയാ, തീ പിടിക്കണേന്. എൻ്റെ പേര് തന്മയ. എൻ്റെ പേര് തന്മയ. ഹായ് ഹലോ ഹായ് ഹായ്. മറ്റേ ഡസ്റ്റ് ബിൻ, വേസ്റ്റ് കളക്ഷൻ. എന്തുകൊണ്ട് ഇഷ്ടമായത്? അതായത് വീടുകളിൽ ഉണ്ടാവുന്ന വേസ്റ്റുകൾ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനം, അതുകൊണ്ടാണ് അത് ഇഷ്ടമായത്. വേസ്റ്റ് ബിൻ. എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം? അത് യൂസ് ചെയ്യുന്ന ടെക്നോളജി. ഫീഡിങ് ഹെൻ. എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം? നല്ല രസമുണ്ട് എനിക്ക് കിട്ടാൻ. ടീച്ചർക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണ്? ഏറ്റവും ഇഷ്ടമായത് ആ സ്ട്രീറ്റ് ലൈറ്റ്, റെയിൽവേ ഗേറ്റ്. അപ്പൊ നമ്മുടെ എനർജി ഒക്കെ ഒരുപാട് ലോസ് ആവുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ ഇലക്ട്രിസിറ്റി ഒക്കെ ഒരുപാട് ലാഭിക്കാൻ വരും. അപ്പൊ നമ്മൾ തന്നെ റൂമിൽ കയറിയിട്ട് ബൾബൊക്കെ ഓഫ് ചെയ്യാൻ മറക്കും. അപ്പൊ അതാവുമ്പോൾ തന്നെ ഓഫ് ആവുകയാണ്. അപ്പൊ നമ്മുടെ എന്തോരം ഇലക്ട്രിസിറ്റി ലാഭിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു കേട്ടോ. താങ്ക് യു.